അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ വിസ നിയമങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചടിയാവുകയാണ്. പല വിദ്യാർത്ഥികളും EB-5 വിസയെ കുറിച്ച് ആലോചിക്കാൻ ഇത് കാരണമായിട്ടുണ്ട്. ഈ വിസ വഴി സ്ഥിരതാമസത്തിനുള്ള ഗ്രീൻ കാർഡ് നേടാം. അതിനായി $8 ലക്ഷം നിക്ഷേപം നടത്തണം. ലോകത്തിലെ മികച്ച കോളേജുകളിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. മുമ്പ് സ്റ്റാറ്റസ് മാറ്റങ്ങൾ വരുത്തി വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തുടർ പഠിക്കാനും ജോലി ചെയ്യാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ട്രംപിൻ്റെ ഭരണത്തിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടായി. കഴിഞ്ഞ 4-5 മാസത്തിനുള്ളിൽ EB-5 വിസയ്ക്കുള്ള അപേക്ഷകൾ ഇരട്ടിയായിട്ടുണ്ട് എന്ന് ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നു. കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്, ഫിനാൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ പഠിക്കുന്ന 19-നും 24-നും വയസ്സുള്ള വിദ്യാർത്ഥികളാണ് കൂടുതലും EB-5 വിസയ്ക്ക് ശ്രമിക്കുന്നത്. EB-5 വിസയുടെ ആവശ്യം ഇപ്പോൾ വളരെ കൂടുതലാണ്. ഓരോ വർഷവും ഇന്ത്യക്ക് ഏകദേശം 700 വിസകൾ മാത്രമാണ് ലഭിക്കുന്നത്. 2024-ൽ 86,000 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഈ വർഷം EB-5 വിസയ്ക്ക് വേണ്ടി വലിയ മത്സരം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. ഗ്ലോബൽ നോർത്ത് റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ രഞ്ജനീഷ് പഥക് പറയുന്നത് EB-5 വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. H-1B വിസയിലുള്ളവർ ആയിരുന്നു മുൻപ് കൂടുതലായി അപേക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ F-1 വിസയിലുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം 100% വർദ്ധിച്ചു എന്നാണ്. F-1 വിസ എന്നാൽ അമേരിക്കയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിസയാണ്. ഈ വിസയിൽ പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള അനുമതി മാത്രമേ ഉണ്ടാകൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പല രക്ഷിതാക്കളും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും വിദഗ്ധർ പറയുന്നു. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവർ EB-5 വിസയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്ന് പഥക് പറയുന്നുണ്ട്. പുതിയ F-1 വിസ നിയമങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. ട്രംപ് ഭരണകൂടവും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, F-1 വിസയുടെ പുതിയ നിയമങ്ങൾ എന്നിവയെല്ലാം കാരണം വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അധികൃതർ പരിശോധിക്കുന്നുണ്ട്. സെവി സിസ്റ്റത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ, എയർപോർട്ടുകളിൽ കൂടുതൽ പരിശോധന തുടങ്ങിയ കാരണങ്ങൾ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ചുക് LLP എന്ന നിയമസ്ഥാപനം പറയുന്നത് F-1 വിസയുടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ EB-5 വിസയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് കൂടിയിട്ടുണ്ട് എന്നാണ്. ആ സ്ഥാപനത്തിലെ നവനീത് S. ചുക് എന്ന അറ്റോർണി പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ അടുത്ത് വരുന്നവരിൽ 3-1 ആളുകളും അമേരിക്കയിലെ രാഷ്ട്രീയം അവരുടെ പഠനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചോദിച്ചറിയാൻ വരുന്നവരാണ്. കഴിഞ്ഞ വർഷം 3 മാസത്തിൽ 1-2 വിദ്യാർത്ഥികൾ മാത്രമാണ് EB-5 വിസയെക്കുറിച്ച് ചോദിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം അത് മാസത്തിൽ 5-7 ആയി കൂടിയിട്ടുണ്ട്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായുള്ള പ്രശ്നം നിയമങ്ങൾ ഇപ്പോൾ വേണമെങ്കിൽ മാറാമെന്ന് അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഡേവിസ് ആൻഡ് അസോസിയേഷൻ എന്ന അമേരിക്കയിലെ നിയമ സ്ഥാപനവും ഇന്ത്യൻ വിദ്യാർത്ഥികൾ EB-5 വിസയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. I-526 അപേക്ഷകൾക്ക് എടുക്കുന്ന സമയം ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് മാർക്ക് ഡേവിസ് പറയുന്നത്. മുമ്പ് 3 വർഷം എടുത്തിരുന്നത് ഇപ്പോൾ 3 മാസത്തിനുള്ളിൽ നടക്കുന്നുണ്ട്. ഗ്രീൻ കാർഡിന് അപേക്ഷിച്ച ശേഷം കാത്തിരിക്കുന്ന സമയത്തും അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. ഡേവിസ് ആൻഡ് അസോസിയേറ്റ്സിലെ സുകന്യ രാമൻ പറയുന്നത് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് F-1 വിസയിലുള്ളവരെക്കാൾ കൂടുതൽ നിയമപരമായ പരിരക്ഷയുണ്ട് എന്നാണ്. വിദ്യാർത്ഥികൾ അമേരിക്കയിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കുകയും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുകയും ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. ചുരുക്കത്തിൽ അമേരിക്കയിലെ പുതിയ വിസ നിയമങ്ങൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. പലരും EB-5 വിസയെക്കുറിച്ച് ആലോചിക്കുന്നു. എന്നാൽ ഈ വിസയ്ക്ക് ധാരാളം പണം നിക്ഷേപിക്കേണ്ടതുണ്ട്. അതിനാൽ നിയമപരമായ കാര്യങ്ങൾ അറിഞ്ഞ് ശ്രദ്ധയോടെ തീരുമാനമെടുക്കാൻ ശ്രമിക്കുക.